ഏറ്റവും അടുത്ത് നടന്ന ഒരു PSC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പാക്കിയത്. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയത് ഗൗരി പാർവതി ഭായിയുടെ സമയത്താണ്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അവധിനെയാണ് ഡൽഹൌസി പ്രഭു അങ്ങനെ വിശേഷിപ്പിച്ചത്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം. ഫ്രാൻസിൽ വെച്ചാണ് 2026 G7 ഉച്ചകോടി നടക്കാൻ പോകുന്നത്. പ്രത്യക്ഷ സമര ദിനത്തിന് ആഹ്വാനം ചെയ്തത് ആര്? ഡയറക്റ്റ് ആക്ഷൻ ഡേ ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ. ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? വാഗ്ഭടാനന്ദനാണ് ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത്. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് ലഹോറിൽ വെച്ചായിരുന്നു. മിശ്രവേലിയേറ്റത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഉയരത്തിൽ വ്യത്യാസമുള്ള വേലിയേറ്റങ്ങളെ മിശ്രവേലിയേറ്റം എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഏറ്റവും അധികമുള്ള വാതകം ഡാഷാണ്. ഏറ്റവും അധികമുള്ള വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും കൂടുതലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ഏതൊക്കെയാണ്? ഇവിടെ ഖാരിഫ് വിള സീസണുമായി ബന്ധപ്പെട്ട മാസങ്ങൾ ജൂൺ, സെപ്റ്റംബർ ആണ്. ഓപ്ഷൻ ബി. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1, 4 ആണ്. ഹിമാലയൻ പർവ്വതനിരകളിൽ നിന്ന് ഒഴുകുന്ന അരുവികളും നദികളും അപ്രത്യക്ഷമാകുന്ന മേഖലയെ ബാബർ എന്ന് വിളിക്കുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങൾ അടങ്ങിയ തരായ് ബെൽറ്റ് ഹങ്കർ എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? രണ്ടാമത്തെ ഏറ്റവും വലിയ കൊടുമുടി എന്ന് പറയുന്നത് ദൊഡാബേട്ടയാണ്. ആദ്യത്തേത് ആനമുടിയാണ്. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏതാണ്? ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. വിവിധ തരം തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനസംഖ്യാ വിതരണത്തെയാണ് തൊഴിൽ ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് വൻകിട വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയത്. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ് നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ദാരിദ്ര്യരേഖാ നിർണയവുമായി ബന്ധപ്പെട്ട ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദാദാഭായ് നവറോജിയുമായിട്ടാണ് ജയിൽ ജീവിത ചെലവ് എന്ന ആശയം ദാരിദ്ര്യരേഖാ നിർണയവുമായിട്ട് അദ്ദേഹമാണ് ബന്ധപ്പെടുത്തിയത്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥയുമായി സംയോജിപ്പിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? ആഗോളവൽക്കരണം എന്നാണ്. ഒരു ഗ്ലോബൽ മാർക്കറ്റ് എന്ന ഐഡിയ ആണ് അവിടെ ഉള്ളത്. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? RBI ഡേറ്റ. ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. ഭൂപ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി പൗരത്വം നേടിയെടുക്കാം. ഭരണഘടനയുടെ 4-ാം ഭാഗത്തിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. മുകളിൽ നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇവിടെ ശരിയായിട്ടുള്ളതോ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം മാത്രമാണ്. രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി ശരിയായ വിവരം ഏത്? ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദം ഉൾക്കൊള്ളുന്നു. ഇത് ശരിയാണ്. രാഷ്ട്രീയ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ DPSP എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇവിടെ കുറച്ച് വിഷയങ്ങൾ തന്നിട്ടുണ്ട്. ഈ വിഷയങ്ങൾ ഏത് ലിസ്റ്റിൽ വരുന്നതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത് കൊടുത്തിരിക്കുന്ന കേന്ദ്ര ലിസ്റ്റാണ്. ഈ 3 വിഷയങ്ങളിൽ തുറമുഖങ്ങൾ തന്നെയാണ് കേന്ദ്ര ലിസ്റ്റുമായിട്ട് അനുയോജിച്ച് നിൽക്കുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ വരുന്നതാണ് കന്നുകാലി പരിപാലനം. സംയുക്ത ലിസ്റ്റ് അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് മായം ചേർക്കൽ അല്ലെങ്കിൽ അഡൾട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്.
44-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തവ കണ്ടെത്തുക. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ശരിയാണ്. 44-ാം ഭേദഗതി വഴിയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടിയെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നും മാറ്റുന്നത്. നിലവിൽ അനുച്ഛേദം 300(b)യിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് സ്വത്തവകാശം. 300(b)യിലല്ല, 300(a)യിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുച്ഛേദം 22 ക്ലോസ് 4-ന് മാറ്റങ്ങൾ വരുത്തി കരുതൽ തടങ്കൽ സാധുവാകുന്ന കൂടുതൽ ഉപാധികൾ ഉൾപ്പെടുത്തി. 352 അനുച്ഛേദത്തിൽ ആഭ്യന്തര കലാപം എന്നതിന് പകരം സായുധ വിപ്ലവം എന്നാക്കി മാറ്റി. നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തവ കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തതേത്? ജില്ലാ കൗൺസിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഉൾപ്പെടാത്തത്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ഇതിനെ മൂന്നിനെയും കൂടെയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദങ്ങൾ ഏവ? ഏതിലാണ് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 29-ലും 30-ലുമാണ് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിച്ചത് ക്രിപ്സ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. ഇത് ശരിയാണോ? ഇത് ശരിയല്ല, ഇത് തെറ്റാണ്. കാരണം ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുന്നത്. ചുവടെ പറയുന്നവയിൽ കേന്ദ്ര സർവീസുകൾ ഏതെല്ലാം? IPS, IAS, ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്. ഇവിടെ കേന്ദ്ര സർവീസുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ സർവീസും ഇന്ത്യൻ റവന്യൂ സർവീസുമാണ്. ബാക്കിയൊക്കെ ഓൾ ഇന്ത്യ സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. ചുവടെ നൽകിയിരിക്കുന്നതിൽ 1947 ശേഷം ജനിച്ച ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരെല്ലാം? ഇവിടെ ഉത്തരം വരുന്നത് ജ്ഞാനേഷ് കുമാർ മാത്രമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? 1990-ലെ കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ 5-ാം വകുപ്പ് പ്രകാരമാണ് കേരള വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ എന്നിവരുടെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ഒരു യോഗത്തിൻ്റെ കോറം 4 ആയിരിക്കേണ്ടതാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏവ? 2005-ലെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചീഫ് സെക്രട്ടറിയാണ്. സുരക്ഷിത കേരളം എന്നത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യമാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയാണ്. ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് CEO ആണ്. അതുപോലെ തന്നെ സുരക്ഷിത കേരളം എന്നതല്ല, സുരക്ഷായനം എന്നതാണ് അതോറിറ്റിയുടെ ആപ്തവാക്യം. 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 11-ാമത്തെ വകുപ്പ് തണ്ണീർത്തടങ്ങൾ രൂപമാറ്റം വരുത്തുന്നതിനെ നിരോധിക്കുന്നു. 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 8-ാം വകുപ്പ് പ്രാദേശികതല നിരീക്ഷണ സമിതിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി രൂപീകൃതമായത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ പറഞ്ഞിട്ടുള്ള കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ 8-ാം വകുപ്പിലല്ല 5-ാം വകുപ്പിലാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതിയെപ്പറ്റി പരാമർശിക്കുന്നത്. സമിതിയുടെ രൂപീകരണത്തെപ്പറ്റി പരാമർശിക്കുന്നത് 5-ാം വകുപ്പിലാണ്. അതുപോലെ തന്നെ 2008-ലെ നിയമപ്രകാരമല്ല, 2017-ലെ കേന്ദ്ര വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റൂൾസ് പ്രകാരമാണ് കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റി, വെറ്റ്ലാൻഡ് കൺസർവേഷൻ അതോറിറ്റി രൂപീകൃതമാവുന്നത്. കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് ഏവ? കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് K-സ്മാർട്ട്. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന വനം വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹയാനം.
മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് സെറ്റ് നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ സംരംഭമാണ് മന്ദഹാസം. നമുക്കറിയാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ ശരിയായത് ഏത്? പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ലിഗമെൻറ്റുകളാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിലെ ലെൻസിനെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് റേഡിയൽ പേശികളാണ്. വാഗസ് നാഡി ഒരു സുഷുമ്ന നാഡിക്ക് ഉദാഹരണമാണ്. നമ്മളോട് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ സി മാത്രമാണ് ശരിയായിട്ടുള്ളത്. ശരിയായ ജോഡി ഏത്? കുഷ്ഠരോഗം പരത്തുന്നത് ബാക്ടീരിയ ആണ്. അതിന് കാരണമായിട്ടുള്ളത് ബാക്ടീരിയ ആണ്. അത്ലറ്റ് ഫൂട്ട് ഒരു ഫംഗൽ ഡിസീസാണ് അല്ലേ? അത്ലറ്റ് ഫൂട്ട് ഒരു ഫംഗൽ ഡിസീസാണ്. മീസിൽസ് പരത്തുന്നത് വൈറസ് ആണ്. മന്തുരോഗം പരത്തുന്നത് ഫൈലേറിയൽ വോംസ് ആണ്, വിരകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് എല്ലിനെയും പല്ലിനെയും ബാധിക്കുന്നു. എല്ലിൻ്റെയും പല്ലിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. നാഡീ പ്രവർത്തനങ്ങൾ തകരാറിലാക്കുന്നു. പേശി പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് തകരാറിലാക്കുന്നു. ഇവിടെ എല്ലാ ഓപ്ഷൻസും ശരിയാണ്. കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ഇതെല്ലാം സംഭവിക്കാം. 35 രക്തത്തിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ശ്വേതരക്താണു ഏതാണ്? ബേസോഫിലാണ് ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വൈറ്റ് ബ്ലഡ് കോർപ്പസൽ എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യ നാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സഹവംശനാശം, അന്യദേശ ജീവികളുടെ അധിനിവേശം, അമിത ചൂഷണം, പ്രകൃതി നിർദ്ധാരണം. ഇതിൽ പ്രകൃതി നിർദ്ധാരണം ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. കേരള സർക്കാരിൻ്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറയുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? ജലതന്മാത്രകളുടെ കമ്പനം, വൈബ്രേഷൻ കൊണ്ടാണ് മൈക്രോവേവ് ഓവനിൽ ഭക്ഷണം ചൂടാകുന്നത്. താഴെ പറയുന്നവയിൽ ഘർഷണബലം ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്? ഉപരിതലങ്ങളുടെ സ്വഭാവത്തെയാണ്. അത് റഫാണോ സ്മൂത്താണോ എന്നുള്ളതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ ഗ്രാവിറ്റേഷണൽ വേവ് സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ഗ്രാവിറ്റേഷണൽ വേവ്സ് സാധാരണയായിട്ടുണ്ടാകുന്നത് ബ്ലാക്ക് ഹോളുകളുടെ ലയനം മൂലമാണ്. രൂപാന്തരത്വം എന്ന സ്വഭാവവിശേഷം കാണിക്കാത്ത മൂലകം ഏതാണ്? ഇവിടെ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം നൈട്രജനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ത്രിബേസിക അമ്ലമല്ലാത്തത് ഏതെല്ലാം? ഓക്സാലിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, കാർബോണിക് ആസിഡ്. ഇവിടെ ത്രിബേസിക അമ്ലം അല്ലാത്തത് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത് ഓക്സാലിക് ആസിഡ് അല്ല, സൾഫ്യൂരിക് ആസിഡ് അല്ല, കാർബോണിക് ആസിഡും അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 44ഉം 45ഉം ക്യാൻസൽ ചെയ്തു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മാമാങ്കവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ബ്രാഹ്മണർക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി എന്നാണ് മാമാങ്കത്തിൻ്റെ ഉത്ഭവം സൂചിപ്പിക്കുന്നത്. 12 വർഷം കൂടുമ്പോഴാണ് മാമാങ്കം കൊണ്ടാടിയിരുന്നത്. കുലശേഖര വംശം അസ്തമിച്ചതോടെ മാമാങ്കം കൊണ്ടാടിയിരുന്നത് വള്ളുവനാടിൻ്റെ അധിപനായ വള്ളാട്ടിരിയായിരുന്നു. തിരുനാവായിൽ ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം കൊണ്ടാടിയിരുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ള ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. മഹാഭാരതത്തിലെ ശിഖണ്ഡിയുടെ ജീവിതവുമായി സാമ്യമുള്ള കഥാപാത്രത്തെ ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ഏതു പേരിലാണ് അവതരിപ്പിക്കുന്നത്? നിരമിത്രൻ എന്ന പേരിലാണ് ആർ രാജശ്രീയുടെ ആത്രേയകം എന്ന നോവലിൽ ശിഖണ്ഡിയുമായി സാമ്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. യക്ഷഗാനം എന്ന നാടോടി കലാരൂപവുമായി ചേർന്നു നിൽക്കാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? യക്ഷഗാനത്തിന് ബലയാട്ടം എന്ന പേരുകൂടിയുണ്ട്. ഇതൊരു അനുഷ്ഠാന കലാരൂപമാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ കലാരൂപം പ്രചാരത്തിലുണ്ട്. ഭാർത്തി സുബ്ബയ്യയാണ് യക്ഷഗാനത്തിൻ്റെ പിതാവ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു അനുഷ്ഠാന കലാരൂപം എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ബി ആണ് ആൻസർ വരുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ. ഇന്ത്യയിൽ
ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ കീലേരി കുഞ്ഞിക്കണ്ണൻ 1901 സ്ഥാപിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കസ് സ്കൂൾ 1901 കീലേരി കുഞ്ഞിക്കണ്ണൻ സ്ഥാപിക്കുന്നത്. If I saw a snake under my sofa, I dash away. If I saw a snake under my sofa, I would run away. One of the following words is misspelled. Identify the word. ഇവിടെ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഒക്കറൻസിൻ്റേതാണ്. ഒലിസസ് വാസ് ബ്രേവർ ദാൻ എനി അതർ ഗ്രീക്ക് ഹീറോ ക്യാൻ ബി റിട്ടൺ വിത്തൗട്ട് എ ചേഞ്ച് ഇൻ ദ മീനിങ് ആസ് നോ അതർ ഗ്രീക്ക് ഹീറോ വാസ് ആസ് ബ്രേവ് ആസ് ഒലിസസ്. The foreign expression carte blanche means complete freedom. Antonym of gregarious. The antonym of gregarious is reserved. Change the following sentence into indirect speech. The man said to the people at the bus stop, "Don't you believe me?" The man asked the people at the bus stop whether they didn't believe him. Add as an appropriate tag. Let's have a break now. Let's have a break now, shall we? Rewrite the following sentence into passive voice. Make one more attempt. Let one more attempt be made. The head office has dashed his request for transfer. The head office has turned down his request for transfer. The meaning of the idiom cut corners is. The meaning of the idiom cut corners is to do something in the easiest way. തന്നിരിക്കുന്നവയിൽ ശരിയായവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 3 ആണ്. കവി, കവയത്രി, അധ്യാപകൻ, അധ്യാപിക. ചുവപ്പ് എന്ന പദത്തിന് സമാനാർത്ഥം വരുന്ന ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ശോണം, അരുണം എന്നുള്ളവയാണ് കറക്റ്റായിട്ടുള്ള ജോഡികൾ. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത്. ആരുതായ്മകളെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം എന്നുള്ളത് ശരിയായ പ്രസ്താവന അല്ല. താഴെ തന്നിരിക്കുന്ന ഒറ്റ പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? വിഭജിക്കാൻ കഴിയാത്തത് അഭിവാജ്യം, ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ആത്മാവിനെ സംബന്ധിച്ചത് ആത്മീകം, വൈദ്യം പഠിച്ചവൻ വൈദികൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏതൊക്കെയാണെന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2ഉം 3യും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. എളുപ്പത്തിൽ തകരാത്തതും ദീർഘകാലം നിലനിൽക്കുന്ന സ്വഭാവമുള്ളതുമായ ഒന്നിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആയിട്ടുള്ള അഭംഗുരമാണ് ആ വാക്ക്. തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്തെഴുതുക. കവിൾ പ്ലസ് തടം കവിൾത്തടം, പുതു പ്ലസ് കലം പുതുക്കലം, കട പ്ലസ് കോൽ കടങ്കോൽ, എരി പ്ലസ് തീ എരിതീ. ഇവിടെ ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത് 2ഉം 4ഉമാണ്. ഇതിലേതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്? ഓടിക്കുന്നു എന്നുള്ളതാണ് കേവല ക്രിയയോട് ചേർന്ന് നിൽക്കാത്തത്. തന്നിരിക്കുന്നവയിൽ വിനയച്ചത്തിന് ഉദാഹരണമായത് ഏത്? പറഞ്ഞു കേട്ടു എന്നുള്ളതാണ് വിനിയച്ചത്തിന് ഉദാഹരണം. പീനം എന്ന വാക്കിൻ്റെ വിപരീത പദം കണ്ടെത്തുക. ശുഷ്കമാണ് പീനം എന്ന വാക്കിൻ്റെ വിപരീത പദം. കപ്പൽ മുളകിൻ്റെ പര്യായമായി താഴെ പറയുന്നവയിൽ ശരിയായവ ഏതെല്ലാം? കൊല്ലമുളക്, ഉപ്പേരിമുളക്, വറ്റൽമുളക്, പറങ്കിമുളക്. തന്നിരിക്കുന്നവയെല്ലാം ശരിയായ പര്യായ പദങ്ങളാണ്. ഒരു ഖരപദാർത്ഥം ചൂടാകുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയ്ക്ക് ഡാഷ് എന്ന് പറയുന്നു. എന്താ പറയുന്നത്? ഉത്പതനം എന്നാണ് പറയുന്നത്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത രാസവസ്തുവാണ് അമോണിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ NH3. ബാക്കി ക്വസ്റ്റ്യൻസ് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്.